വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം മഴ വേണം നമുക്ക് പുഴ വേണം പൂവേണം നമുക്ക് തണൽ വേണം മഴ വേണം നമുക്ക് പുഴ വേണം പൂവേണം നമുക്ക് തണൽ വേണം മഴയും പുഴയും തണലും പൂവും നൽകാൻ മരങ്ങൾ വേണം നിറയെ മരങ്ങൾ വേണം ഈ മരം എന്റെ മരം ഈ മരം എന്റെ സ്നേഹം തൊട്ടു വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം തൊട്ടു വളർത്തും ജീവിതം ലാ 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 ലാ. ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കിയതിനെ കുറിച്ച് ജോസ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. കാരണം എല്ലാ അധ്യാപകരും ഒരു അസുഖമുള്ള 5-6 പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട AEO സാറിനോടുള്ള നമ്മുടെ സ്നേഹവും കടപ്പാടുമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുകൂടിയത്. സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളൊരു ഓഫീസർ എന്നുള്ള നിലയിലല്ല അദ്ദേഹം നമ്മളോട് ഒരിക്കലും പെരുമാറിയിട്ടുള്ളത്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം എനിക്ക് തോന്നുന്നു ഈ സബ് ജില്ലയിലെ ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ പ്രഥമാധ്യാപകനോടോ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം സാറിന് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ തന്മയത്വത്തോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് വളരെ വിശ്വസ്തയോടുകൂടി സാറിനെ സമീപിച്ചാൽ സാർ അതിനുള്ള ഒരു പരിഹാര മാർഗം നമുക്ക് നിർദ്ദേശിച്ചു തരികയും ചെയ്യും. പലപ്പോഴും പല അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രത്യേകിച്ച് സാറിന്റെ അടുത്ത് പല പ്രശ്നങ്ങളുമായിട്ട് സാറിന്റെ ഓഫീസിൽ നിന്ന് സംസാരിക്കുന്നത് കേൾക്കാനും അതിൽ പങ്കുചേരാനും ഒക്കെ ഇടവന്നിട്ടുണ്ട്. എന്തായാലും 2-3 വർഷക്കാലം സാറിനോടൊപ്പം ജോലി ചെയ്യാനായിട്ട് കഴിഞ്ഞതിൽ ഞങ്ങൾക്കെല്ലാം വളരെയേറെ സന്തോഷമുണ്ട്. ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എങ്ങനെ ആയിരിക്കണം എന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും ഹെഡ് മാസ്റ്റർമാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷയ്ക്ക് ഉയരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധമായ മംഗളങ്ങളും. അദ്ദേഹം ഒരു സാറ് പറഞ്ഞു ഞാനാ വയസ്സൻ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഇവിടെ ഉള്ളതിൽ ഏറ്റവും യുവത്വമുള്ള മനസ്സ് അദ്ദേഹത്തിന്റെയാണ്. കഴിഞ്ഞ സഹവാസ ക്യാമ്പിലാണ് കുട്ടികളെ നാടകം പരിശീലിപ്പിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കൊക്കെ വളരെ ആവേശം തോന്നി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെയേറെ ഒരു എന്താ പറയുക വളരെ ആരാധന തോന്നി. കാരണം ഈ നാടകമൊക്കെ ആയിട്ട് വളരെ കാലം ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് ഷാജി സാറിനൊക്കെ അറിയാൻ. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതുമായിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. പക്ഷെ സാർ ഇത്രയേറെ ജോലി തിരക്കിനിടയിലും ആ സർഗവാസനകളെ നിലനിർത്തുവാൻ സാറിന് കഴിയുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ സാറിനോടൊപ്പം റിട്ടയർ ചെയ്യുന്ന നമ്മുടെ റഹീം സാർ അറിയാൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ ശാന്തനാണ്, ഒരു പ്രകൃതി സ്നേഹിയാണ്. നമ്മുടെ സബ് ജില്ലയിലെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രകൃതി സ്നേഹിയാണ്. അദ്ദേഹത്തിന്റെ സീഡികൾ അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ ഈ CD പ്രദർശനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ വർക്ക് ചെയ്ത സ്കൂളുകളിലൊക്കെ അദ്ദേഹത്തിന്റെ CD പ്രദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ഞാൻ HM-ആയിട്ടൂടെ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ട്രഷറിയിൽ നിന്ന് ആദ്യത്തെ ബില്ല് ഒബ്ജക്ഷൻ ആക്കിയത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ റഹീം സാർ എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു എന്താണെന്ന് എനിക്കും വായിച്ചാൽ ഇത് തോണ്ടി വെച്ചിരിക്കുന്ന വായിക്കാൻ പറ്റുന്നില്ല. കാരണം ട്രഷറിയിൽ നിന്ന് ബില്ല് ഒബ്ജക്ഷൻ ആക്കുന്നത് നിങ്ങൾക്കറിയാം ഡോക്ടർമാരുടെ മരുന്ന് കുറിപ്പടി പോലെയാണ്. ഇത് എന്താണെന്ന് അറിയില്ല വായിച്ച് മനസ്സിലാക്കാൻ.
അപ്പൊ റീം സാർ എന്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു മേച്ചാലി എന്നാണ്. എനിക്ക് ദേഷ്യം വന്നു. കാരണം ഒരു ദിവസം മേച്ചാലി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ട്രഷറി ഓഫീസറോട് ചെന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞ് കേൾക്കും. എന്നാൽ ഒരു ഉപ്പിന്റെ കുറവാണ് സംഭവം. അപ്പം സാറെല്ലാം നോക്കി വെച്ച് സാർ വരുന്നതാണ് കുഴപ്പം, സാർ അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് ഞാനത് എഴുതി കൊടുത്താൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പം അതുപോലെ തന്നെ ആ സമയത്തൊക്കെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ ട്രഷറി വരുമ്പോൾ സാറിനോടായിരുന്നു സംശയം ചെയ്യും. കാരണം സാറ് എന്റെ വിഷമം കണ്ട് എന്റെ അടുത്ത് വന്നിരുന്നത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ ഒരു പ്രതിനിധി, BRT എന്നുള്ള AUL സ്റ്റാഫിന്റെ പ്രതിനിധികളുണ്ട്. അവസാനം സിസ്റ്റർ മരിയ വെച്ചുകൊണ്ട് കൃതജ്ഞത. അപ്പൊ ഇങ്ങനെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥന കൂടി ആരംഭിക്കാം. സ്വാഗതം പറയുന്നതിന് വേണ്ടി ശ്രീ അജീം സാറിനെ ക്ഷണിക്കുക. അധ്യാപക സുഹൃത്തുക്കളെ, പ്രതിനിധികളെ, ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ബഹുമാന്യായ നമ്മുടെ AEO, അതുപോലെ സാറ്, KRSD ടീച്ചർ, ED ഇംഗ്ലീഷ് ടീച്ചർ, സുബീര ടീച്ചർ, സിസ്റ്റർ മരിയ, ഇവരുടെ എല്ലാം കൂടിയുള്ള ഒരു സ്നേഹത്തിൽ നിന്നാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ച് ചെയ്യുന്ന ഹെഡ്മാസ്റ്റർമാർക്ക് വേണ്ടിയിട്ടും AEOയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഫോറം വളരെ വിപുലമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ തന്നെ ഇപ്രാവശ്യം പിരിഞ്ഞു പോകുന്ന ആളുകൾ തൻ്റെ പിൻഗാമികളെ എല്ലാം വിളിച്ചുകൂട്ടി സ്നേഹം നൽകാറുണ്ട്. അതുപോലെ ഈ വർഷം നടത്തുകയാണ്. ഏതെങ്കിലും ഇതിലേക്ക് ഒന്ന് രണ്ട് ആളുകളും കൂടെ എത്താറുണ്ട്. നമ്മുടെ ഇന്ദ്ര ടീച്ചർ വരുന്നുണ്ട് പൂജാ LP സ്കൂളിൽ നിന്ന്. പിന്നെ വയനാട് സ്കൂളിൽ നിന്ന് ടീച്ചറെ കാണുന്നില്ല, എല്ലാവരും ക്ഷണിക്കുന്നതാണ്. ഏതെങ്കിലും ഇന്നത്തെ ഈ ദിവസത്തേക്ക് വന്നു കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പക്ഷെ വാക്കിൽ സഹായം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. അടുത്ത മിതമാർന്ന സന്ദേശമാണ്. സന്ദേശം AEO നമുക്ക് തുടങ്ങും. ക്ഷണിക്കുക. ഈ വർഷം പെൻഷനാകാൻ പോകുന്ന ആളുകളുടെ പേരുകൾ വായിക്കുകയാണ്. ഒന്ന് ഞാൻ തന്നെയാണ്. രണ്ടാമത് സ്വാഗതം ആശംസിച്ച അബ്ദുൾ റഹീം സാറാണ്. ചാത്തമ്പള്ളി സ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ്. ആ സ്വാഗതത്തോടു കൂടി ആ ലൂടെന്നുമാണ് അവിടെ ഇരുന്ന് ഫോട്ടോ മാത്രം പോയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ അബ്ദുൾ റഹീം സാർ, ഗവൺമെന്റ് LP സ്കൂൾ ചാത്തമ്പള്ളി. CJ ജോസഫ് സാറ്, ഹെഡ്മാസ്റ്റർ, സെന്റ് തോമസ് UPS മേലുകാവ് മറ്റം. KR റസിയ BV, ഗവൺമെന്റ് മുസ്ലിം LP സ്കൂൾ ഈരാറ്റുപേട്ട. ED ഇന്ദിര ടീച്ചർ, ELPS പൂഞ്ഞ. സിസ്റ്റർ മെരിയ വെട്ടുകല്ലേൽ, സെന്റ് ജോസഫ് UPS മണിയങ്കുന്ന. ഇത്രയും പേരാണ്. പെൻഷനാകുന്ന ആളുകളെ കുറിച്ച് അവരുടെ പേഴ്സണലായ ഏതാനും കാര്യങ്ങൾ 2-3 മിനിറ്റിനുള്ളിൽ അവരെ നിങ്ങളോട് പറയുന്നതാണ്. ആദ്യമായിട്ട് അബ്ദുൾ റഹീം സാറിനെ ക്ഷണിക്കുക. ബഹുമാന്യായ മറ്റു അധ്യാപക സുഹൃത്തുക്കളെ, ഹെഡ്മാസ്റ്റർമാരെ, പെൻഷനാകുന്ന ആളുകളുടെ പരിചയപ്പെടുത്തലാണ്. മിക്കവാറും ആളുകൾക്ക് എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ കരുതുന്നു.
എൻ്റെ പേര് RM അബ്ദുൾ റഹീം എന്നാണ്. 14/2/77 സർവീസിൽ കയറി ചാത്തമനാപ്പള്ളി ഗവൺമെൻറ് സ്കൂളിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത്. 10-33 വർഷത്തെ സേവനം ഈ രംഗത്തുണ്ട്. പക്ഷേ 14/2/77 സർവീസിൽ കയറുന്ന അന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന ദിവസത്തെ സംബന്ധിച്ച് അന്ന് KS വിശ്വനാഥൻ എന്ന സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇപ്പോൾ 4 ദിവസം പിരിഞ്ഞു പോകും, ആ ഡേറ്റ് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ച് എനിക്കിപ്പോഴും യാതൊരു ടെൻഷനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലെ ചില ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇന്നും ഞാൻ തുടരുകയും ചെയ്യുന്നു. ഇതും വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ജയമോഹൻ സാർ പറഞ്ഞ ഇന്നോവേറ്റീവ് പ്രൊജക്റ്റ്, ചില പ്രൊജക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചരിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഇന്ത്യയിലും വെളിയിലും എനിക്ക് പോകാൻ അവസരമുണ്ടായി. കടലിലും ആകാശത്തിലും ഒക്കെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ്. എനിക്ക് തൊഴിൽ ഏറെ തൃപ്തിയുണ്ട്. പക്ഷെ ഇപ്പോൾ ആരെങ്കിലും ചിന്തിക്കുന്ന പോലെ പൊടിയും അല്ലെങ്കിൽ ബായും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് ഏതെങ്കിലും ടൗണിലുള്ള സ്കൂളുകളിൽ നിന്ന് തിരിച്ചും പറ്റുന്നതിനെ സംബന്ധിച്ചൊരു സ്വപ്നം പണ്ടില്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. അത് ഏത് കാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്യേണ്ടവനാണ് അധ്യാപകൻ എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മലമുകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ പ്രത്യേകിച്ച് സൗഭാഗ്യം കൂടെ എനിക്ക് കിട്ടി. തലനാട് ഗവൺമെൻറ് LP സ്കൂളിൽ പൂട്ടിപ്പോകുന്ന സമയത്ത് സർക്കാരിനെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ വാദിക്കേണ്ട അവസരത്ത് അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ബീരാൻ സാഹിബ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, തന്നെ ഞാൻ താഴെ ഇറക്കുന്നു. കോടതി വരാമെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞു, ഞാൻ താഴെ നിൽക്കുന്ന സാർ, ഇനി താഴോട്ടൊന്നും പോയെന്ന് പറഞ്ഞു. ഏതെങ്കിലും സർവീസിൽ നിന്ന് അന്ന് തട്ട് കിട്ടിയില്ല, തുടരുന്നു. പക്ഷേ കിട്ടിയ ഒരു 11 സ്കൂളുകളിൽ മാറി മാറിയുള്ള സേവനം. 12ാം മാസങ്ങളിലാണ് ശമ്പളം വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് കരുതുന്നത്. ഏതെങ്കിലും പുതിയ തലമുറയ്ക്ക് അറിയത്തില്ലാത്തതും ഓർമ്മയിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാനുണ്ടാവില്ല. കാരണം അത്രയേറെ സങ്കീർണമായിരുന്നു, പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴും സങ്കീർണതയുണ്ട്, അത് മറ്റു കാര്യങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏതെങ്കിലും പണ്ട് 80കളിലൊക്കെ വായിച്ചിരുന്ന ചില പുസ്തകങ്ങളും അന്നത്തെ ചില ചർച്ചാ ക്ലാസ്സുകൾ നമ്മുടെ സുമാനസാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിഗ്രി കോഴ്സിൽ പഠിക്കുന്ന സമയത്ത് ധാരാളം സംവാദങ്ങൾ വന്നിട്ടുണ്ട്. സാഹിത്യപരമായിട്ടുള്ള സംവാദങ്ങളായിരുന്നു അധികവും. അന്നൊക്കെ കിട്ടിയ പല പ്രയോജനങ്ങളും അന്ന് മനസ്സിൽ കൂടിയേറിയ പല കഥാപാത്രങ്ങളും ഇന്നും എന്നോടൊപ്പം ജീവിക്കുന്നു. അതിലൊന്നാണ് നമ്മുടെ കിഴവൻ സാന്തിയാഗോ, അതുപോലെ മനോളി. മറ്റാരുമല്ല, കിഴവനും കടലും എന്ന് പറഞ്ഞ നോവലിലെ 2 കഥാപാത്രങ്ങളാണ്. അത് പ്രസിദ്ധമായ കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞതിന് ഒരു സംഗതി ഇതാണ്. കാരണം ജീവിതം ഒട്ടേറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കിഴവൻ സാന്തിയാഗോ വെറും ഒരു മുക്കുവരാണ്. അയാളെ സഹായിക്കാൻ ആരുമില്ല, ഒരു പയ്യൻ മാത്രം. ഒരു ദിവസം എന്നത്തെയും പോലെ പുഴയിൽ നിന്നിറങ്ങി മീൻ പിടിക്കാനായിട്ടുള്ള യാത്ര. 3-4 ദിവസം കടലിൽ കഴിഞ്ഞു. ഒരു വലിയ മത്സ്യവുമായിട്ട് തിരിച്ചു വരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്രാവുകൾ ആക്രമിച്ച മത്സ്യത്തിൻ്റെ മാസമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പോയി. 4-ാം ദിവസം കരക്കഴിയുമ്പോൾ ഒരു അസ്ഥികൂടം മാത്രമാണ് സാന്തിയാഗോയുടെ കൂടെ ഉണ്ടായിരുന്നത്. പനിപിടിച്ച് അയാൾ കുടിയിൽ കിടന്ന് ഉറങ്ങി. ആ സമയത്ത് അയാളുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ വൻകരകളിൽ മേഞ്ഞു നടക്കുന്ന സിംഹങ്ങളായിരുന്നു. അത്തരം ഒരു കിഴവൻ്റെ ഒരു മനസ്സ് എനിക്കുള്ളത് കൊണ്ട് എവിടെയും ഇത് കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൻ്റെ ആകത്തുകയും ഇതൊക്കെ തന്നെ ആക്കിയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 2 കുട്ടികളാണുള്ളത്, ഒരു മകളും ഒരു മകനും. മകളുടെ വിവാഹം കഴിഞ്ഞു, മകന് ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നു. അമ്മയുണ്ട്, ഭാര്യയുണ്ട്. എല്ലാ കാര്യങ്ങളും അവരെന്നെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. അടുത്ത ദിവസം ഇന്നോവേറ്റീവ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പണം എനിക്ക് അനുവദിച്ചു തന്നു. അപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ്റെ വർക്കുകളെക്കുറിച്ച് അറിയാം. എൻ്റെ ഒരു വർക്ക് പ്രകാശനം ചെയ്യാൻ അവരുണ്ടായിരുന്നു. അതുപോലെ പ്രൊജക്ട് ഓഫീസർ എൻ്റെ വർക്കുകളെക്കുറിച്ച് അറിയാം. ഒരു ക്ലാസ്സിൽ വന്നപ്പോൾ നിർബന്ധമായിട്ടും പ്രൊജക്റ്റ് കൊടുക്കണം, അതിന് പണം തരാമെന്ന് പറഞ്ഞു. വർക്കുകൾ ചെയ്ത് കൊടുത്തു. ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇനിയും ദൈവം അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഇതേ രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ധാരാളം യാത്രകൾ ഇനിയും ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാറുണ്ട്. ഏതെങ്കിലും ഇന്ന് എനിക്ക് ഈ അവസരം നിന്ന് നിങ്ങളെല്ലാവരോട് സമ്മാനിച്ച ഈ നല്ല ദിനത്തിന് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ അവസരം നിന്ന് ദൈവത്തിന് പ്രത്യേകമായി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചെയ്യുന്നു. CJ ജോസഫ്. എൻ്റെ പേര് CJ ജോസഫ്. സെൻറ് തോമസ്